നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ തട്ടി അകത്തിടാനുള്ള പരിപാടിയാണ് പിണറായി വിജയൻ. ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ വലിയ ശുഷ്കാന്തിയോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഇരകളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരകളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയാൽ പോരാ, അവർ ആരെങ്കിലും പരാതി നൽകണം. ഇവരെ കൊണ്ട് പരാതി എഴുതി വാങ്ങിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് യാത്ര നീട്ടിവച്ചതെന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പാലക്കാട് എത്തുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരുന്നത്. രാഹുലിനെ സ്വീകരിക്കാൻ അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെല്ലാം ഒത്തുകൂടുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് യാത്ര ക്യാൻസൽ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കും എന്ന സൂചന ശക്തമായതിനെ തുടർന്നാണത്രേ രാഹുൽ പാലക്കാട് യാത്ര ഉപേക്ഷിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തേ പറ്റൂ എന്നുള്ള നിലയിലേക്ക് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ മൊഴി കൊടുത്ത ഇരകളാരും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. രാഹുലിനെതിരെ തുറന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയ സിനിമാ താരം പോലും രാഹുലിനെതിരെ പരാതി പറയാൻ തയ്യാറായിട്ടില്ല. അവരെ ഇപ്പോൾ സാക്ഷിയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്ന 3 ഇരകളെ ക്രൈംബ്രാഞ്ച് സംഘം നേരിട്ട് കണ്ട് മൊഴിയെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ഇപ്പോൾ പരാതി നൽകുന്നില്ല എന്ന് അറിയിച്ചെങ്കിലും സിനിമാ നടിയുടെ കയ്യിൽ നിന്നും പരാതി എഴുതി വാങ്ങിക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്ലീല മെസ്സേജ് അയച്ചു എന്നുള്ള പരാതിയിൽ ഒരു FIR ഇട്ട് കേസെടുക്കാനാണ് അത്രേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയേ മതിയാവൂ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ മുഖം രക്ഷിക്കാൻ ബുദ്ധിമുട്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിക്കാൻ വേണ്ടി CPM ഒരുങ്ങിയിരിക്കുകയാണ്. CPMൻ്റെ യുവജന സംഘടനകളും വനിതാ സംഘടനകളുമെല്ലാം അതിനായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസെങ്കിലും ഇല്ലെങ്കിൽ ഈ സംഭവം, ഈ പ്രചരണം ഒരുപക്ഷെ പൊളിഞ്ഞു പോയേക്കാം, അത് തിരിച്ചടിച്ചേക്കാം. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇരയിൽ നിന്നും ഒരു പരാതി കിട്ടണമേ എന്നുള്ള നീക്കമാണിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്ന സിനിമാ നടിയിൽ നിന്നും പരാതി എഴുതി വാങ്ങാനുള്ള നീക്കവും ഉണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അശ്ലീല മെസ്സേജ് അയച്ചു എന്നുള്ള പരാതി ലഭിച്ചാൽ അതിൽ കേസെടുക്കാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ചാർജ് ഷീറ്റ് ഇട്ട് കേസെടുത്താൽ രാഹുലിനെ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂട്ടാൻ കഴിയുമെന്നാണ് CPM വിശ്വസിക്കുന്നത്. രാഹുലിനെതിരെ കേസെടുത്താൽ പിന്നെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രചരണ വിഷയം അതായിരിക്കും. മറ്റ് വിഷയങ്ങളെല്ലാം ഇതിൽ മുങ്ങിപ്പോകുമെന്ന് CPMന് നന്നായി അറിയാം, പിണറായി വിജയന് നന്നായി അറിയാം. രാഹുലിനെതിരായ ആരോപണവും അയ്യപ്പ സംഗമവുമെല്ലാം പ്രചരണ വിഷയമായാൽ UDF നേരത്തെ കഴിഞ്ഞ 10 വർഷം നീണ്ട പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ ഉയർത്തിയ പല ആരോപണങ്ങളും മുങ്ങിപ്പോകുമെന്ന് CPMനും CPMൻ്റെ തിരഞ്ഞെടുപ്പ് വിദഗ്ധർക്കും അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസെടുക്കാനുള്ള വഴി തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുലിനെതിരെ കേസുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. സിനിമാ നടിയുടെ അടക്കമുള്ള പരാതിയിൽ, ഒരുപക്ഷെ അശ്ലീല മെസ്സേജ് അയച്ചു തുടങ്ങിയ പരാതിയിൽ കേസെടുത്താൽ അത് വലിയ ചർച്ചയായി തിരഞ്ഞെടുപ്പ് കാലത്ത് മാറും. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാകണം ഈ കേസ് എടുക്കേണ്ടതെന്നുള്ള രീതിയിലാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് വരുന്ന 2 തെരഞ്ഞെടുപ്പിലും വിഷയം രാഹുലിനെതിരായുള്ള കേസായിരിക്കും. UDFൻ്റെ മറ്റ് ആരോപണങ്ങളെല്ലാം അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യും.